ഡൽഹിയിലും ഉത്തർപ്രദേശിലുമായി വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. അന്വേഷണ ഏജൻസികളുടെ റെയ്ഡുകൾ പലയിടങ്ങളിൽ തുടരുകയാണ്. ഡൽഹി പോലീസ് 500 അംഗ സംഘത്തെയാണ് തുടർ നടപടികൾക്കായി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ ഫരീദാബാദിലെ അൽഫല ആശുപത്രിയിൽ സർവകലാശാലയിൽ അവിടെ ഡൽഹി പോലീസ് പരിശോധന നടത്തുന്നു എന്നതാണ്. വിനീത, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് അന്വേഷണ ഏജൻസികളുടെ പുതിയ നീക്കങ്ങൾ? വിജയകുമാർ, വ്യാപകമായിട്ടുള്ള പരിശോധനയും റെയ്ഡുകളുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതിലിപ്പോൾ ലക്നൌവിലെ വ്യാപക പരിശോധന നടക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസ്, ATS, ജമ്മു കാശ്മീർ പോലീസ്, ഒപ്പം തന്നെ ലക്നൌ പോലീസ് എന്നിവർ സംയുക്തമായിട്ടാണ് ആ മേഖലകളിൽ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഡോക്ടറെ ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഫോടക വസ്തുക്കളും കൈകൾ സൂക്ഷിച്ചിരുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരുന്നത്. വനിതാ ഡോക്ടറുടെ കാറിൽ നിന്നൊരു AK-47 കണ്ടെത്തിയ ൊക്കെ പിന്നീട് അന്വേഷണ സംഘം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ആ കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ലക്നൌവിൽ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ മേഖലകളിലൊക്കെ തന്നെ വീടുകളിലും മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ അന്വേഷണ സംഘം എത്തി അവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഒപ്പം നമുക്കിപ്പോൾ ലഭ്യമാവുന്ന ഒരു വിവരം, ഈ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നാണ് ഇവരുടെ പേര്. ഇവര് ഈ ജയ്ഷ മുഹമ്മദിലേക്ക് വനിതകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ചുമതല ഇവർക്ക് നൽകിയതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പരിശോധനയും റെയ്ഡും ഒക്കെ തന്നെ നടത്തുന്നത്. അവരുടെ വീടിന് സമീപമുള്ള അയൽ വീടുകളിലൊക്കെ അന്വേഷണ സംഘം എത്തുകയും അവരെ പറ്റിയുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഡോക്ടറുടെ വീടാണ് എന്ന ഒരു വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയതിനു ശേഷം ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധനകളും റെയ്ഡുകളും പുരോഗമിക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വൻ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. 500 സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഈ സ്ഫോടനത്തിന്റെ സമയത്തുണ്ടായ ആ സമയത്തെ ചില ദൃശ്യങ്ങളാണ്. അത് CCTV ദൃശ്യങ്ങൾ ആ സമയത്തേത് കൂടുതൽ ലഭ്യമായിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ ഈ സമയത്ത് കാണുന്നത്. പോലീസ് അത്തരം ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വ്യാപകമായി CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ കേസുമായി, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിൻ്റെ ഏറ്റവും പുതിയ CCTV ഫുട്ടേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.